ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന നമ്മുടെ കൂട്ടായ്മയുടെ മുഖ്യ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ, ആചാര്യ ശ്രീമതി സുലേഖ ഷാജി മാം, നമ്മുടെ കൂട്ടായ്മയുടെ മുഖ്യ സാരഥി ബഹുമാന്യനായ ശ്രീ അനിൽജി, മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ, കൂട്ടായ്മയിലെ ആത്മസഹോദരങ്ങൾ, ബാലവേദിയിലെ കുഞ്ഞുമക്കൾ, എല്ലാവർക്കും സാദര നമസ്കാരം. നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരിച്ചതയം മുതൽ ഗുരുദേവ കൃതികളുടെ പഠനത്തിൻ്റെ ഭാഗമായി സമാരംഭം കുറിച്ച ശിവകുടുംബകം സീസൺ 2 എന്ന പൂജാസമർപ്പണ യജ്ഞത്തിൽ ഇന്ന് മഹാഗുരുവിനാൽ വിരചിതമായ ദേവീസ്തവം എന്ന കൃതിയിലെ 3-ാം ശ്ലോകമാണ് ഗുരുകൃപയാൽ മനനം ചെയ്ത് നമുക്കിന്ന് പൂജയായി സമർപ്പിക്കേണ്ടിയിരിക്കുന്നത്. ഇതിന് ഒരവസരം തന്ന അഡ്മിൻ പാനലിന് ആദ്യം തന്നെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ ദൗത്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ദേവീസ്തവം ദേവിയെ സ്തുതിച്ചുകൊണ്ട് പത്യാവൃത്തത്തിൽ ഗുരുദേവൻ രചിച്ച 10 ശ്ലോകങ്ങൾ ഉൾപ്പെട്ടതാണ്. അവസാനം ഫലശ്രുതിയും നൽകിയിട്ടുണ്ട്. 2 വരി അതിൽ നഷ്ടപ്പെട്ടതായും കാണാം. സംസ്കൃത വാക്കുകൾ കുറവാണെങ്കിലും അർത്ഥം മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള ഒരു സ്തവമാണിത്. സ്തവം എന്നാൽ സ്തുതി എന്നർത്ഥം. ഊതുക എന്ന വാക്ക് ആവർത്തിച്ച് പ്രയോഗിച്ചിരിക്കുന്നത് ഈ കൃതിയുടെ ഒരു സവിശേഷതയാണ്. ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണെന്ന് സന്ദർഭത്തിനനുസരിച്ച് നമുക്ക് അത് മനസ്സിലാക്കാം. നമ്മുടെ ദേവീ രൂപങ്ങളെല്ലാം ബ്രഹ്മശക്തിയായ മായയുടെ പ്രതീകങ്ങളാണ്. മായയാൽ നിർമ്മിതമായ ഈ പ്രപഞ്ചം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു അദ്ഭുത പ്രതിഭാസമാണ്. നമ്മുടെ ദേവീരൂപങ്ങൾ ബ്രഹ്മശക്തിയായ മായയുടെ പ്രതീകമെന്ന് പറഞ്ഞല്ലോ. ഈ ശക്തിയാണ് സ്പന്ദിക്കുമ്പോഴാണ്, ബ്രഹ്മത്തിൽ സ്പന്ദിക്കുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. അതുകൊണ്ടാണ് ദേവീരൂപങ്ങളെയും വിരുദ്ധ ഭാവങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. നാദരൂപിണിയായും വിദ്യാരൂപിണിയായും ലളിതവും സൗമ്യമായ ഭാവത്തോടു കൂടിയും എന്നാൽ ഉഗ്രവും കരാളവുമായ ഭാവത്തിലുമെല്ലാം നമ്മുടെ ദേവീരൂപങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. രൂപവും ഭാവവും ഏതായിരുന്നാലും അതിൽ ഈശ്വര സാന്നിധ്യം ഭാവന ചെയ്ത് ചിത്തശുദ്ധിയോടെ ഉപാസിക്കാൻ കഴിവുള്ളൊരു ഭക്തന് സത്യം ദർശിക്കാൻ സാധിക്കും. അതിന് സഹായിക്കാൻ വിദ്യാരൂപിണിയായ ദേവിയാണിവിടെ ഗുരുദേവൻ സ്തുതിച്ചിരിക്കുന്നത്. മനസ്സിൻ്റെ ഏകാഗ്രതയാണ് സത്യദർശനത്തിന് വേണ്ട പ്രധാന ഘടകം. ഏതെങ്കിലും ഒരു രൂപത്തെ ഇഷ്ടദേവതയായി കണ്ട് അതിൽ മനസ്സുറപ്പിച്ച് വിഷയസങ്കല്പങ്ങളെല്ലാം പുറന്തള്ളി മനസ്സേകാഗ്രപ്പെടുമെങ്കിൽ ദേവി പ്രത്യക്ഷഭാവം കൈക്കൊണ്ട് ഭക്തനെ അനുഗ്രഹിക്കുകയും ക്രമേണ പരമസത്യത്തെ അറിയുവാനുള്ള വഴി തെളിയുകയും ചെയ്യും എന്ന ഉപാസനാ രഹസ്യമാണ് ഗുരുദേവൻ ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇവിടെ വിദ്യാരൂപിണിയായ ദേവിയുടെ രൂപത്തിൽ മനസ്സേകാഗ്രപ്പെട്ട് സത്യദർശനത്തിന് വഴി തെളിക്കണമെന്ന പ്രാർത്ഥനയാണ് ദേവീസ്തവം 3-ാം ശ്ലോകത്തിൻ്റെ ഉള്ളടക്കം. നമുക്കിനി ദേവീസ്തവം 3-ാം ശ്ലോകം ഒന്ന് നോക്കാം. ഓം കണി കാണുമി കനകമോട് കാർവേണി മൺപണി കാനൽ നീരുണി കരെന്നു പാടുന്നിതാ പിണിയാറുമാറു പിരിയാതെ വീണുന്ന നിൻ മണിമേനി തന്നിലണയുന്നതിന്നൂതു നീ. അല്ലയോ ദേവി, കണി കാണും ഈ കനകമോട് കാർവേണി, ഈ കാണുന്നതൊക്കെയും ഈ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം തന്നെ സ്വർണം, സുന്ദരിമാർ എന്നുവേണ്ട സർവ സൃഷ്ടിജാലങ്ങളും, അതാണ് മൺപണി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. സർവ സൃഷ്ടിജാലങ്ങളും ബ്രഹ്മശക്തിയായ ദേവിയാലാണ് നിർമ്മിതമായിരിക്കുന്നത്. എന്നാൽ ഇത് മരുഭൂമിയിലെ ജലം പോലെ മിഥ്യയാണെന്ന്
സത്യദർശികൾ നമ്മോട് പറയുന്നു. അതാണ് പറയുന്നത്, കാനൽ നീരുണികരെന്നു പാടുന്നതാ. കാനൽ ജലം പോലെ മിഥ്യയാണെന്നാണ് സത്യദർശികൾ പറയുന്നത്. ഇതുള്ളതാണെന്ന് ധരിച്ച് ജഡമോഹത്തിൽപ്പെട്ട് ഭ്രമിച്ച് അതിനു പുറകെ പോയാൽ ഈ പ്രപഞ്ചത്തിൽ ദുഃഖമല്ലാതെ കാര്യമായ സുഖമൊന്നും ലഭിക്കുകയില്ല എന്ന് അവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴിയാണ് സത്യദർശിയായ ഗുരുദേവൻ നമുക്ക് കാട്ടിത്തരുന്നത്. പിണിയാറുമാറു പിരിയാതെ വീണുന്ന നിൻ മണിമേനി തന്നിൽ അണയുന്നതിന്നൂത് നീ. പിണി, ദുഃഖം, ആറുമാറ് ശമിക്കുമാറ്. ഈ ദുഃഖം ശമിക്കാൻ വേണ്ട വഴിയാണ് നമുക്ക് കാട്ടിത്തരുന്നത്. ഇഷ്ടദേവതാരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയാൽ ആന്തരമായ സുഖവും ശാന്തിയും പകർന്നു കിട്ടുകയും ജഡമോഹത്തിൽ നിന്ന് മനസ്സ് അകന്നു പോകുവാനുള്ള കരുത്തുണ്ടാവുകയും ചെയ്യുന്നു. അതോടെ ഉപാസന ശക്തിപ്പെടുകയും പരമസത്യത്തെ ദർശിക്കാനുള്ള വഴി തെളിയുകയും ചെയ്യും. അതാണ് സത്യസാക്ഷാത്കാരം എന്ന് പറയുന്നത്. സത്യസാക്ഷാത്കാരം ഉണ്ടാകുമ്പോൾ തിരമാലകൾ സമുദ്രത്തിലെ ജലം തന്നെ എന്ന പോലെ ഈ കാണുന്ന പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ബ്രഹ്മശക്തിയായ മായയുടെ ചെറിയ ചെറിയ സ്ഫുരണങ്ങൾ മാത്രമാണെന്നും അതിന് നിലനിൽപ്പില്ലാത്തതാണെന്നും അത് അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്ന തിരിച്ചറിവ് ഭക്തനുണ്ടാകുന്നു. അതിനാൽ ബ്രഹ്മശക്തിയായ ദേവിയല്ലാതെ മറ്റൊന്നും ഇവിടെയില്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ജനനി നവരത്ന മഞ്ജരിയിലൂടെയും മഹാഗുരു നമുക്ക് കാട്ടിത്തരുന്നത്. മീനായതും മാനായതും പക്ഷിമൃഗാദികളായതും പുരുഷനായതും സ്ത്രീയായതും സ്വർഗവും നരകവും പാമ്പും പർവ്വതവും എന്നുവേണ്ട ഈ പറയുന്ന ഞാനായതും എല്ലാം ഭവതി തന്നെ, മഹാ ആശ്ചര്യം തന്നെ എന്ന് പറയുന്നു. അങ്ങനെ ദേവിയും ഭക്തനും രണ്ടല്ല ഒന്നാണെന്ന തിരിച്ചറിവിൽ ഭക്തൻ എത്തിച്ചേരുന്നു. അതുവഴി നിത്യവും ശാശ്വതവുമായൊരു സുഖവും ശാന്തിയും അനുഭവപ്പെടുന്നു. വാക്കുകൾ കൊണ്ട് നിർവചിക്കാനാവാത്ത ഒരു ആനന്ദാനുഭൂതിയിൽ ഭക്തൻ എത്തിച്ചേരുന്നു. അതാണ് മണിമേനി തന്നിൽ അണയുക എന്ന അവസ്ഥ. ആ ദിവ്യ രൂപത്തോട് അടുക്കുമ്പോഴാണ് ആനന്ദാനുഭൂതി ഭക്തനിലുണ്ടാകുന്നത്. ഈ പരമാനന്ദം അനുഭവിക്കാൻ വേണ്ട ജ്ഞാനം ഉദിക്കാൻ സഹായിക്കണമെന്ന പ്രാർത്ഥനയാണ് ദേവീസ്തവം 3-ാം ശ്ലോകത്തിൻ്റെ സാരം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എളിയ അർത്ഥവിശദീകരണം മഹാഗുരുവിൻ്റെ തൃപ്പാദങ്ങളിലും ശ്രീ ശാരദാംബയുടെ തൃപ്പാദങ്ങളിലും സമർപ്പിച്ചുകൊള്ളുന്നു. നമുക്കും ഈ ആനന്ദാനുഭവം ഉണ്ടാകുവാൻ മഹാഗുരുവിൻ്റെയും ശാരദാംബികയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ. ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടുന്നതിനും ഒടുവിൽ അവിടുത്തെ പരമപദം പ്രാപിക്കുന്നതിനും എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ നാരായണധർമ്മം വിജയിക്കട്ടെ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഓം